നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ നിന്റെ കാര്യത്തിലെ ദൈവങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. മറിച്ച് 100% നിന്റെ മാത്രം തീരുമാനങ്ങളാ, നിന്റെ മാത്രം നിർബന്ധങ്ങളും നിന്റെ മാത്രം കുറ്റങ്ങളും എന്ന് ഞാൻ പറയും. അമ്മ പറഞ്ഞത് ശരി തന്നെയാ. ഞാൻ സ്വയം ചെയ്തു വെച്ച പ്രവൃത്തിയാ. അമ്മ പറഞ്ഞതുപോലെ സ്വയം കൃതാനാർത്ഥം. അതിന്റെ വേദനയും കഷ്ടപ്പാടും ഞാൻ തന്നെ അനുഭവിച്ചോളാം. അച്ഛനും അമ്മയും പ്രസവിച്ചതിന്റെയും തോളി ചുമന്നതിന്റെയും കണക്ക് പറയുമ്പോ മക്കൾ അനുഭവിക്കുന്ന ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉള്ളിന്ന് നീര് പൊട്ടി കണ്ണിക്കൂടെ ഒഴുകാൻ തുടങ്ങി എനിക്കിപ്പോ. രണ്ടുപേരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ജനിപ്പിച്ചതിനും ഊട്ടി വളർത്തിയതിനും ഉടുപ്പും പഠിപ്പും എല്ലാം തന്നതിനും. ഇനി ഞാൻ അങ്ങോട്ട് സ്വയം ജീവിക്കാൻ പോവാ. ഉപകാരത്തിനും ഉപദ്രവത്തിനും വരരുത്. അങ്ങോട്ട് മാറി പിള്ളേ. മതി, ഇനി ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പാടില്ല. കാർത്തികയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് എന്റെ തെറ്റില്ല, സ്വയം കൃതാനാർത്ഥം. ഇനിയെങ്കിലും ആ തെറ്റ് ഞാൻ തിരുത്തണം. എല്ലാ ശാലിയോട് തുറന്നു പറഞ്ഞാലേ പറ്റൂ. ഉടൻ തന്നെ. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുട്ടിയെ മകളുടെ അച്ഛൻ ആരാണെന്ന് എന്തൊരു ഇരിപ്പാടി മോളെ ഇത്. ഇവിടെ വന്നിട്ട് ഇതുവരെ ജലപാനം ഇല്ലാതെ ഇതേ ഇരിപ്പിരുന്ന ദൈവങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്ന മട്ടാണല്ലോ. ഈ പറഞ്ഞതൊക്കെ പാഴ് സങ്കല്പങ്ങളും മാത്രമാണമ്മ. എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കണ്ടുകണ്ട് ദൈവത്തിനങ്ങ് ലഹരി കയറിയിരിക്കുകയാണെന്നാ. ഒറ്റക്കാലിൽ നിന്നുള്ള നിരാഹാര തപസ്സും പഞ്ചാഗ്നി നടുവിലുള്ള ജപമന്ത്ര തപസ്സും ഒക്കെ ഓൾഡ് ഫാഷനായി. ന്യൂ ജനറേഷൻ ദൈവങ്ങൾക്കിഷ്ടം നമ്മളെയൊക്കെ കൊല്ലാതെ കൊന്ന് കണ്ട് രസിക്കുന്നതാ. മതി ദൈവം നിന്ന പറഞ്ഞത്. ഇവിടെ നിന്റെ കാര്യത്തിലെ ദൈവങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. മറിച്ച് 100% നിന്റെ മാത്രം തീരുമാനങ്ങളാ, നിന്റെ മാത്രം നിർബന്ധങ്ങളും നിന്റെ മാത്രം കുറ്റങ്ങളും എന്ന് ഞാൻ പറയും. വർഷങ്ങൾക്ക് മുമ്പേ ഞാനോ ദൈവമാണോ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കാൻ? അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഗർഭിണിയായ കാര്യം വിഷ്ണുവിനോട് മറച്ചുവെക്കാൻ? പ്രസവശേഷം 5-6 വർഷങ്ങൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും ഒരിക്കലും വിഷ്ണുവിനടുത്തേക്ക് മടങ്ങിപ്പോയില്ലെന്ന് തീരുമാനം എടുത്തതും ദൈവമോ ഞാനോ ഒന്നും അല്ലല്ലോ, നീ സ്വയം തന്നെയല്ലേ. എന്നിട്ട് എന്തിനാ ഇപ്പോ അമ്മ എന്നെ വിചാരണ ചെയ്യാ? എന്താ എനിക്കുള്ള ശിക്ഷ? അതുകൂടി അമ്മ പറഞ്ഞേക്കെ. അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. വധശിക്ഷയ്ക്ക് മടിയുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഈ ജീവിതം ഞാനായിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. മോളെ സോറി അമ്മ,
ഞാൻ അമ്മയുടെ മോള് മാത്രമല്ല, സത്യയുടെ അമ്മയും ശ്യാമയുടെ കുഞ്ഞേച്ചിയോ. ആ റോളുകൾ ചെയ്യുമ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളും വരും ജീവിതത്തില്. ആർക്കും അങ്ങനെ വേദന കൊടുക്കാതിരിക്കാന് അമ്മ പറഞ്ഞ കുറ്റങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തത്. ഒന്നും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്ര. മോളെ ഇതെല്ലാം അറിയായിരുന്നിട്ടും എന്റെ അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്തി മാത്രം. അങ്ങനെയല്ല മോളെ. ശാലിനി, എന്റെ കുറുപ്പ് സാറേ, ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ആ സത്യഭാമ തനി രാക്ഷസിയാ, തനി രാക്ഷസി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അകൽച്ച വരുന്നതും അടിയുണ്ടാവുന്നതും മരുമകൾ വീട് വിട്ടിറങ്ങുന്നതുമൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ്. പക്ഷെ വിഷ്ണു ലീഗലി കല്യാണം കഴിച്ച എന്റെ മോള് ശാരീരികമായോ മാനസികമായോ ജീവിച്ചിരിക്കുമ്പോ ആ സത്യഭാമ എങ്ങനാ വിഷ്ണുവിനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കുക? അതാണ് എന്റെ ചോദ്യം. ആ സത്യകുട്ടി, മോളൊന്നകത്ത് പോയി കളിക്കും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം പറഞ്ഞ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മോളൊന്ന് ആലോചിക്കോ? എന്റെ വിചാരത്തിലും വിശ്വാസത്തിലും പ്രധാനമായിട്ട് നീ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു തെറ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയ്ക്ക് പരിഹാരം കാണാമെന്നുള്ള നിന്റെ അനാവശ്യ വാശി, അതിനുള്ള പിടച്ചടിച്ചിൽ, അതുമാത്രം. ലോകത്ത് ഒരു മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ജീവിതം കിട്ടിയിട്ടില്ല. ഒരു ദാമ്പത്യവും കലഹം കൂടിച്ചേരലില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. അതാണ് മനുഷ്യജീവിതത്തിന്റെ രസതന്ത്രം തന്നെ. നമ്മൾ പക്ഷേ അതിനെ നേരിടേണ്ടത് ഒറ്റയ്ക്കാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മറിച്ച് ഇരട്ടയ്ക്ക. ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായി ചേർന്ന് ഇരട്ടയ്ക്ക്. അപ്പോഴേ അതിന് പരിഹാരമാകൂ. അപ്പോഴേ നമുക്ക് കരച്ചിലൊഴിഞ്ഞ് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.